ഹലോ മച്ചന്മാർ, അപ്പം മെറ്റൽ സ്പാർക്കാണ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു സൈറ്റാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ അഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളുടെ പുതിയ സൈറ്റ്. അപ്പോൾ പോളികാർബൺ വർക്ക് ചെയ്യാനായിട്ടാണ് ഡിസൈൻ 6 ആയിട്ടുള്ള ടൈപ്പ്. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് നമ്മൾ വിളിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ ഇറക്കിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് കോട്ടൊരു ജെമ്മിൻ്റെ പ്രൈമർ അടിച്ച് കയറ്റോട്ടെ. അതാകുമ്പോൾ പിന്നെ നമുക്ക് തുരുമ്പിൻ്റെ പേടിയൊന്നും വലുതായിട്ട് വേണ്ട. അപ്പോൾ ജെമ്മാണ് നമ്മൾ അടിക്കാറ്, അല്ലാണ്ട് നോർമൽ അടിക്കാറില്ല കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഇത് ക്യാൻഡിലിവറായിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള പ്ലേറ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കോൺക്രീറ്റിനാണെങ്കിൽ കറക്റ്റ് 3 ഇഞ്ച് അടുത്ത് കാര്യങ്ങളുള്ളൂ. നമ്മൾ തേപ്പ് തന്നെ മൊത്തം പൊട്ടും. നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഫുള്ളായിട്ട് കയറാനുള്ള സ്പേസ് അവിടെ ഇല്ല. ഡ്രിൽ ചെയ്യുമ്പോൾ മൂളിങ്ങനെ പൊട്ടും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ തേപ്പിൻ്റെ കാരണം ഫുള്ളിങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ നമ്മളെല്ലാം പിടിപ്പിക്കാണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ശിഷ്യ എന്തെയ്യുന്നുണ്ട്, ഹോളൊക്കെ അടിച്ച് നോക്കണം. എന്നാൽ നോക്കി തുറക്കണം, മേളിൽ പൊട്ടണമാരണം. അപ്പോൾ പയ്യാണ് തുറക്കണത്. പൈപ്പ് വെച്ചിട്ട് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും നമ്മൾ ഡ്രസ്സ് അതുമ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. 4 അടിക്കാണ്ട് വെച്ചേക്കണം. നമ്മൾ 4 അടി ജോയിൻറ്റ് കൊടുക്കാനുള്ള ഇതില്ലേ അങ്ങനെ വെച്ചേക്കണം. അപ്പോൾ നമ്മൾ എന്നിട്ട് പുറത്തോട്ടുള്ള ചാട്ടം നിൽപ്പുണ്ടായിരുന്നു. ടേപ്പറായിട്ടാണ് വന്നത് സ്പേസ്. ഒരു സൈഡ് വന്നിട്ട് 5.5 അടിയും വന്നുണ്ട്, പിന്നെ ഒരു സൈഡ് ഒരു 6 അടിക്ക് അങ്ങനെ വന്നുണ്ട്. അപ്പോൾ ടേപ്പറായിട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഡ്രസ്സൊക്കെ കയറ്റി വെച്ചിട്ടാണ് ചെയ്തത്. നമ്മളുടെ ഡിസൈനൊക്കെ അടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ 6 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 കള്ളി കഴിഞ്ഞ് ഒരു 2 കള്ളും കൂടി ഉണ്ട് അടിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ അടിച്ച് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഡിസൈനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗ്രൈൻഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിനി പെയിൻറ്റിങ്ങാണ് ഉള്ളത്. നമുക്കിനി വൈറ്റ് പെയിൻ്റ് അടിക്കണം, വൈറ്റാണ് അടിക്കണം. അപ്പോൾ ഇനി വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ 2 ഷോ പോസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാൻഡിലിവറായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊരു 5.5 അടിയോളം വരണുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് 2 ചെറിയൊരു ഷോ പോസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. സാധനം ക്യാൻഡിലിവറായിട്ട് നിന്നോളും. എന്നാലും ഇവിടുത്തെ കോൺക്രീറ്റ് ഇങ്ങനെ പൊട്ടിപ്പോയി അങ്ങോട്ടും കനമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾക്കും ഒരു ടെൻഷൻ. അപ്പോൾ അതാണ് നമ്മൾ 2 ഷോ പോസ്റ്റും അതിലൊരു ചെറുത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ടർ ഇതട്ടാ. എങ്ങനെയുണ്ട്? കാരണം കുഴപ്പമില്ലല്ലേ? അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ് ആണുള്ളത്, പെയിൻ്റ് അടിക്കണം. ബാക്കി എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാണാം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കണൊക്കെ മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടി നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് 2ാമത്തെ കോട്ടാണ് അടിക്കണത്. 2 കോട്ടാണ് അടിച്ചിരിക്കണത് വൈറ്റ്. ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് അടിച്ച് സ്റ്റാർട്ട് ചെയ്യണ പിള്ളേർ. അപ്പോൾ 2 കോട്ട് വന്നു കഴിഞ്ഞാലൊക്കെ വൈറ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കോട്ട് കഴിഞ്ഞതാണ്, പിന്നെ ഒരു കോട്ടും കൂടി അടിക്കണം. പിന്നെ ഫ്രണ്ട് അടിക്കാനുണ്ട്. പിന്നെ നമുക്കിനി ഇവിടെ 2 ഷോ പോസ്റ്റും കൂടിയും പിടിപ്പിക്കണം. അപ്പോൾ അത് ഞാൻ പിടിപ്പിച്ചിട്ട് അത് പിടിപ്പിക്കണം. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെച്ച് സ്പോട്ട് ചെയ്ത് വെക്കാനേ ഉള്ളൂ. നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാണ്. നമ്മളിത് വർക്ക് ഒരു 3 ദിവസം എടുത്തിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ മേളിൽ നമ്മൾ പൊട്ടിയ സ്ഥലമൊക്കെ സിമെൻറ്റൊക്കെ ഇട്ട് എല്ലാം തേച്ചാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് മേളിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് ടോപ്പ് വ്യൂ വന്നത്. നമ്മൾ 7 അടി പോളികാർബണാണ് ഇട്ടത്. നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. നമ്മൾ ജോയിൻറ്റ് ഇട്ടിട്ടില്ല. താഴെ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. നമ്മളൊരു ഷോ പോസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് നിന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ടു. ഈ ഒരു ഗ്യാപ്പ് തന്നെ ഒരു 18 അടിയോളം ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട് നടുക്ക് ഗേറ്റ്. അപ്പോൾ നമ്മളുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യാട്ടോ. അപ്പോൾ അടുത്തൊരു വർക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.